ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു സെയിൽ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു സെയിൽ റിപ്പോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടു കാണും. കഴിഞ്ഞ മാസം, അതായത് ഇപ്പോൾ ഡിസംബറാണ്, നവംബർ മാസത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. ഒരു 25 വാഹനങ്ങൾ, ആ ഒരു 25 വാഹനങ്ങൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സെയിലായ വാഹനം, അങ്ങനെ ആ ഒരു ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാം സ്ഥാനം എത്തുന്ന സമയത്ത് ആ ഒരു ഇന്ത്യയിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയത്, അതായത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം ഏതാണോ അതായിരിക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു 25 വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എടുത്ത ഒരു വാഹനം ഇതിനകത്ത് കാണും, അല്ലെങ്കിൽ നാളെ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വാഹനം കാണും. ഇതൊന്നുമല്ല, ഒരുപക്ഷെ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വാഹനം ഒരുപക്ഷെ ഈ ഒരു ലിസ്റ്റിൽ കാണണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വാഹനം മോശമാണെന്നല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്. എല്ലാ വാഹനങ്ങളും മികച്ചത് തന്നെയാണ്. മോശമായിട്ട് ഒരു വാഹനങ്ങളും ഒരു ബ്രാൻഡും ഇറക്കുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് വാഹനങ്ങൾ അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു വാഹനം ഈ ഒരു ലിസ്റ്റിൽ ഇല്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി കണ്ടന്റിലേക്ക് വരാം. 25 വാഹനങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോക്കകത്ത് പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുവാണ്, എല്ലാവരും ഒന്ന് ജസ്റ്റ് എടുത്ത് ഇപ്പോൾ തന്നെ പറ്റുമെങ്കിൽ ആ വി എൻ്റർടൈൻമെൻറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഒന്ന് ഫോളോ ചെയ്തേരെ. നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ അതിനകത്ത് ഇടുന്നുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തവർക്കാണെങ്കിൽ അതിനകത്തുള്ള വീഡിയോസ് കാണാം. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഒരു റിവ്യൂ നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അതിനകത്ത് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേരെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജും അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു 25 വാഹനങ്ങളാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ 25ാം സ്ഥാനത്തുള്ള വാഹനം കിയയുടെ വാഹനമാണ്. കിയ സെൽട്ടോസ് എന്നതാണ് ആ ഒരു 25ാം സ്ഥാനം നിൽക്കുന്ന വാഹനം. കഴിഞ്ഞ മാസം 5364 യൂണിറ്റ് വാഹനങ്ങളാണ് കിയ സെൽട്ടോസിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയത്. അപ്പോൾ കിയയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമുക്ക് ആ ഒരു സെയിൽ, അതായത് ഫീച്ചേഴ്സ് വൈസ് ഒരുപാട് എന്താ പറയുക, ഫീച്ചേഴ്സ് ആ ഒരു ബ്രാൻഡ് തങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു മുൻതൂക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ലുക്ക് വൈസും വാഹനം ഓക്കെയാണ്. അപ്പം കിയ സെൽട്ടോസ് 5364 വാഹനങ്ങൾ വിറ്റു. 24ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ ഹ്യൂണ്ടയുടെ വാഹനമാണ്. ഹ്യൂണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആണ് 24ാം സ്ഥാനത്തുള്ള വാഹനം. ഏകദേശം ഒരു 5667 യൂണിറ്റ് വാഹനങ്ങളാണ് ഗ്രാൻഡ് ഐട്ടൻ്റെത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയത്. അത് ചെറിയൊരു ഫിഗറൊന്നുമല്ല. 5600 എന്നുള്ളത് 24ാം സ്ഥാനമാണ് ആ ഒരു ബ്രാൻഡിൻ്റെ ആ വാഹനത്തിന് ഉള്ളത്. ഇനി 23ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു കിയയുടെ വാഹനം അവിടെ കാണാൻ സാധിക്കും. കിയ കാരൻസ് എന്നതാണ് നമുക്ക് അവിടെ വരുന്ന വാഹനം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 7 സീറ്റർ വാഹനമാണ്. ടാക്സി പെർമിറ്റിലൊക്കെ നമുക്ക് ആ ഒരു വാഹനം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിന് അത്രത്തോളം ഒരു സെയിൽസ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു യൂണിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 5672 യൂണിറ്റാണ് കഴിഞ്ഞ മാസം കിയ കാരൻസിൻ്റെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയത്. 23ാം സ്ഥാനമാണ്. ഇനി നമ്മൾ 22ാം സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹ്യൂണ്ടായി വാഹനമാണ്. ഹ്യൂണ്ടായി എക്സ്റ്റർ എന്നതാണ് ആ ഒരു വാഹനം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല രീതിയിലൊരു കുതിച്ചുചാട്ടമുണ്ട്. ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് ആ ഒരു സെഗ്മെൻറ്റിൽ പഞ്ച് തന്നെയാണ്. ഈ ഒരു എക്സ്റ്റർ നിൽക്കുന്നത് 22ാം സ്ഥാനത്താണ്. ഏകദേശം 5747 യൂണിറ്റാണ് കഴിഞ്ഞ മാസം എക്സ്റ്ററിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. ഇനി അടുത്ത വാഹനത്തിൽ നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ 21ാം സ്ഥാനത്തുള്ളത് മഹേന്ദ്ര ബൊലേറോയാണ്. 21ാം സ്ഥാനത്ത് വരുന്നത്. ബൊലേറോയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ മാസങ്ങളിലും നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കുന്ന ഒരു വാഹനമാണ് ബൊലേറോ എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നൊരു 7 സീറ്റിലൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അതിന് അത്രത്തോളം ഒരു മുൻതൂക്കം കിട്ടുന്നത്. 7045 യൂണിറ്റാണ് കഴിഞ്ഞ മാസം ബൊലേറോയുടേത് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയത്. 21ാം സ്ഥാനമാണ് ബൊലേറോയ്ക്കുള്ളത്. 20ാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൾട്ടോ ആണ് 20ാം സ്ഥാനത്ത് വരുന്ന ഒരു വാഹനം. പണ്ടൊക്കെ ആണെങ്കിൽ ഓൾട്ടോ 1ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുറകിലേക്ക് പോയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, വാഹനം മോശമാണെന്നതല്ല. കാര്യം പലരും അടുത്തൊരു സെഗ്മെൻറ്റിലേക്കായിരിക്കും കൂടുതലും ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഒരു ആൾട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർ എന്ത് ചിന്തിക്കും, എന്നാൽ പിന്നെ ഒരു വാഗണറിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റിലേക്ക് പോകാം. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സെയിൽസ്. ഇപ്പോൾ ഞാൻ അന്നിട്ട് തന്നെ ഒരു വാഹനം എടുക്കാൻ നിൽക്കുക, ഒരു ആൾട്ടോ എടുക്കുക, അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്നാൽ വേണ്ട, നമുക്കൊരു കാര്യം അടുത്തൊരു വാഹനത്തിലേക്ക് പോകാം. അത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ മൈൻഡ് സെറ്റിൽ ഉള്ളത്. അതുകൊണ്ടാണ് അതിനൊരു സെയിൽസ് കുറഞ്ഞതല്ല. ആ വാഹനം മോശമായതുകൊണ്ടല്ല. 7467 യൂണിറ്റ് വാഹനങ്ങളാണ് ഓൾട്ടോടത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. എന്നിട്ട് പോലും മോശമല്ലാത്തൊരു ഫിഗർ തന്നെ ആ വാഹനത്തിനുണ്ട്. 19ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ മഹേന്ദ്ര XUV 3XO ആണ് 19ാം സ്ഥാനത്തുള്ള വാഹനം. 7656 യൂണിറ്റ് വാഹനങ്ങൾ മഹേന്ദ്ര XUV 3XOടത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയിട്ടുണ്ട്.
അതിൻ്റെ സ്ഥാനം എത്രയാണ് 19. ഇനി 18ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ 18ാം സ്ഥാനത്തുള്ളത് ഇന്നോവ സീരീസാണ്. അപ്പോൾ അതിനകത്തിപ്പം ഇന്നോവ ഹൈക്രോസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് മൊത്തം നമ്മളതിനകത്ത് പെടുന്നുണ്ട്. ഏകദേശം 7867 യൂണിറ്റ് വാഹനങ്ങളാണ് ടൊയോറ്റ ഇന്നോവയുടേത് കഴിഞ്ഞ മാസം വിപണിയിലെത്തിയത്. 18ാം സ്ഥാനമാണ് ടൊയോറ്റ ഇന്നോവ സീരീസിന് ഉള്ളത്. അപ്പോൾ ടൊയോറ്റയുടെ വാഹനങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. സർവീസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ നമുക്ക് ആ ഒരു വാഹനം കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നേരത്തേക്ക് എടുത്ത ടൊയോറ്റ ഇന്നോവ ആ ഒരു വാഹനങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിലുള്ള പ്രൈസ് വീഴുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ആ ഒരു യാത്രാ കംഫർട്ട്, അങ്ങനെ കുറേ കാരണങ്ങൾ അതിന് വരുന്നുണ്ട്. ഇനി 17ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ താർ സീരീസാണ് 17ാം സ്ഥാനത്ത്. അതിനകത്ത് താറും വരുന്നുണ്ട്, താർ റോക്സും നമുക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി മഹേന്ദ്ര കഴിഞ്ഞ മാസം 8708 യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത്. അപ്പോൾ താറ് മാത്രം ഉള്ള സമയത്ത്, റോക്സ് ഇല്ലാത്ത സമയത്ത് 5000 ഒക്കെ ആയിരുന്നു യൂണിറ്റ്. ഇപ്പോൾ റോക്സ് കൂടെ വന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 8700 യൂണിറ്റ് അവർ വിറ്റിട്ടുണ്ട്. എത്രാം സ്ഥാനമാണ്? 17ാം സ്ഥാനത്തുമാണ് ആ ഒരു വാഹനത്തിന് ഉള്ളത്. 16ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ മഹേന്ദ്ര XUV 700 ആണ് 16ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം. 9100 യൂണിറ്റ് വാഹനങ്ങളാണ് XUV 700 കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. അത് ചെറിയൊരു ഫിഗർ അല്ല. ഈ ഒരു 9100 ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ചിട്ട് അത് നല്ലൊരു സെയിൽ തന്നെയാണ്. 9100 വാഹനങ്ങൾ അവർ വിറ്റു. ഇനി 15ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കിയ വാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിയ സോണറ്റ് ആണ് 15ാം സ്ഥാനത്തുള്ള വാഹനം. 9255 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം കിയ സോണറ്റിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിയത്. ഇനി 14ാം സ്ഥാനം ഹ്യൂണ്ടായ് വെന്യൂവിനാണ്. ഏകദേശം 9754 യൂണിറ്റ് വാഹനങ്ങൾ കഴിഞ്ഞ മാസം ഹ്യൂണ്ടായ് വെന്യൂവിൻ്റെത് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം വെന്യൂവിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് നമുക്ക് വെന്യൂവിന് വരുന്നുണ്ട്. ഇനി വരുന്ന വാഹനം 13ാം സ്ഥാനത്ത് മാരുതിയുടെ വാഹനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാം മാരുതി വാഹനങ്ങൾ തന്നെയായിരിക്കും. 13ാം സ്ഥാനത്തുള്ളത് മാരുതി ഗ്രാൻഡ് വിറ്റാറയാണ് നമുക്ക് 13ാം സ്ഥാനത്ത് വരുന്നത്. 10148 യൂണിറ്റ് വാഹനങ്ങളാണ് ഗ്രാൻഡ് വിറ്റാറ വിറ്റത്. 13ാം സ്ഥാനത്താണ് ആ ഒരു വാഹനം നിൽക്കുന്നത്. 12ാം സ്ഥാനത്തുള്ളത് ഈക്കോയാണ്. 10589 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. കൂടുതലും കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെയാണ് ആ ഒരു വാഹനം പോകുന്നത്. ആ ഒരു പ്രൈസ് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം. സ്കൂൾ ട്രിപ്പിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു വാഹനം ചൂസ് ചെയ്യാം. ഫാമിലി പർപ്പസിനും ചൂസ് ചെയ്യാം. ഒരുപാട് ബഡ്ജറ്റ് ഇല്ല, ഒരു 7 സീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈക്കോയിലേക്ക് വരാവുന്നതാണ്. 12ാം സ്ഥാനത്തുള്ള ഈക്കോ 10589 യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത്. ഇനി 11ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഡിസയർ ആണ് നമുക്ക് 11ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. 11779 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഡിസയറിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 10ാം സ്ഥാനത്ത് വരുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർപിയോ സീരീസാണ് 10ാം സ്ഥാനത്ത് വരുന്നത്. ഏകദേശം 12704 വിറ്റു. സ്കോർപിയോ സീരീസ് എന്ന് വെച്ചാൽ അത് ക്ലാസിക്കും വരുന്നുണ്ട്, സ്കോർപിയോ എന്നും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 2 വാഹനങ്ങളോട് ചേർത്തിട്ടാണ് 12704 വാഹനങ്ങൾ അവർ വിറ്റത്. സ്കോർപിയോ സീരീസ് തന്നെ പറയാം 10ാം സ്ഥാനം. 9ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ടോപ്പ് 10 ഏകദേശം 7 മാരുതി വാഹനങ്ങൾ വരുന്നുണ്ട് ടോപ്പ് 10. അപ്പം 7ഓളം വാഹനങ്ങൾ വരുന്നു. എനിക്കൊന്ന് 6ഓളം വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഏതൊക്കെ വാഹനങ്ങളാണെന്നുള്ളത് നിങ്ങൾ നോക്കുക ആ ടോപ്പ് 10 കയറിയേക്കുന്നത്. 9ാം സ്ഥാനത്ത് വരുന്നത് മാരുതി വാഗണോറാണ് നമുക്ക് 9ാം സ്ഥാനത്ത് വരുന്നത്. ഏകദേശം 13982 യൂണിറ്റ് വാഹനങ്ങളാണ് മാരുതി വാഗണോറിൻ്റെ കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. 8ാം സ്ഥാനത്ത് വരുന്നത് മാരുതി സ്വിഫ്റ്റ് ആണ്. 8ാം സ്ഥാനം 14737 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം സ്വിഫ്റ്റിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതി ഫ്രോൺസ് എന്ന വാഹനമാണ്. 7ാം സ്ഥാനം നിൽക്കുന്നത് 14882 യൂണിറ്റ് വാഹനങ്ങൾ ഫ്രോൺസിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തി. 6ാം സ്ഥാനത്തേക്ക് പൊക്കഴിഞ്ഞാൽ മാരുതി ബ്രസയാണ് നമുക്ക് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 14918 യൂണിറ്റ് വാഹനങ്ങളാണ് ബ്രസയുടേത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. 5ാം സ്ഥാനത്തേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ മാരുതി എർട്ടിഗയാണ് നമുക്ക് 5ാം സ്ഥാനത്ത് വരുന്നത്. അതൊരു 7 സീറ്റർ വാഹനമാണ് എർട്ടിഗ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു വാഹനമായതുകൊണ്ടാണ് അത്രത്തോളം സെയിൽസ് വരുന്നത്. നമുക്ക് ടാക്സി പെർമിറ്റിൽ നമുക്ക് ആ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. 5ാം സ്ഥാനമാണ് എർട്ടിഗയ്ക്ക്. 15150 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം വിറ്റത്. 4ാം സ്ഥാനം ടാറ്റയുടെ വാഹനമാണ്. ടാറ്റ നെക്സോൺ ആണ് 4ാം സ്ഥാനം. ഏകദേശം 15329 വാഹനങ്ങൾ കഴിഞ്ഞ മാസം നെക്സോണിൻ്റെത് വിപണിയിൽ എത്തി. 3ാം സ്ഥാനത്ത് വീണ്ടും ഒരു ടാറ്റ വാഹനമാണ്. ടാറ്റ പഞ്ച് എന്നതാണ് 3ാം സ്ഥാനത്തുള്ളത്. ഏകദേശം 15435 വാഹനങ്ങൾ കഴിഞ്ഞ മാസം വിപണിയിൽ എത്തി. 2ാം സ്ഥാനത്ത് ഹ്യൂണ്ടായ് ക്രെറ്റയാണ് നമുക്ക് 2ാം സ്ഥാനം നിൽക്കുന്നത്. 15452 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം നമുക്ക് വിപണിയിൽ എത്തിയത്. 1ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരുതി ബെലേനോ എന്നതാണ് നമുക്ക് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം. ബെലേനോടത് 16293 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. അപ്പം 1ാം സ്ഥാനത്തുള്ളത് മാരുതി ബെലേനോയാണ്. 1ാം സ്ഥാനം 16293. ആ ഒരു സെഗ്മെൻറ്റിൽ ബെലേനോ 1ാമത് നിൽക്കുന്നു. SUV സെഗ്മെൻറ്റിൽ ക്രെറ്റ 1ാമത് നിൽക്കുന്നു. അങ്ങനെയാണ് ആ ഒരു ലൈനപ്പ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടോപ്പ് 25 നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം,
സെഡാൻ വാഹനങ്ങൾ ഒന്നും തന്നെ ഈ ഒരു 25 ലിസ്റ്റിനുള്ളിൽ വന്നിട്ടില്ല. ഒരുവിധം വന്നേക്കുന്ന എല്ലാ വാഹനങ്ങളും SUV ടൈപ്പ് വാഹനങ്ങൾ തന്നെയാണ് ആ ഒരു 25-നുള്ളിൽ വന്നേക്കുന്നത്. അപ്പം വേറെ ഒന്നുമില്ല ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.